താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. ആനി ബെസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. ആൻസർ ഓപ്ഷൻ ഡി. BCAD. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജയപ്രകാശ് നാരായൺ, യുഗാന്തർ പാർട്ടി അജിത് സിംഗ്, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ ഓപ്ഷൻ സി, A and D. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. ആനി ബെസന്റിൻ്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. സമ്പാദ് കൗമുദി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പത്രമാണ്. ആൻസർ ഓപ്ഷൻ ബി, A and C. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. മക്കയിൽ ജനിച്ച സ്വതന്ത്ര സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ്. മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ആൻസർ ഓപ്ഷൻ ബി, B and C. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ആൻസർ ഓപ്ഷൻ ഡി, DABC. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ആൻസർ ഓപ്ഷൻ ഡി, DABC. 2025 ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? സൂരജ് ഭാൻ, ശിവരാജ് പാട്ടീൽ, S മല്ലികാർജുനയ്യ. ഇവരൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ഡി, ഇവരാരുമല്ല. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ് ഡാഷ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. ആൻസർ ഓപ്ഷൻ ഡി, DAB. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും, മാനവശേഷി വികസനം, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ ബി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥിതി ചെയ്യുന്നത്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ആൻസർ ഓപ്ഷൻ ഡി, D and A. തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20 ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19 മംഗൾയാൻ വിക്ഷേപിച്ചത് 2012 ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. ആൻസർ ഓപ്ഷൻ സി, ABC. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാർഗിൽ വിജയദിനം ജൂലൈ 16 തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1970 ആൻസർ ഓപ്ഷൻ സി, A and C. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ R വെങ്കട്ടരമണി, അശോക് ദേശായി, മുകുൾ റോഹത്ഗി, KK വേണുഗോപാൽ. ആൻസർ ഓപ്ഷൻ A, വെങ്കട്ടരമണി. 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് A ജ്ഞാനേഷ് കുമാർ, രാജീവ് കുമാർ, സുനിൽ അറോറ, സുശീൽ ചന്ദ്ര. ആൻസർ ഓപ്ഷൻ A, ജ്ഞാനേഷ് കുമാർ. ഇന്ത്യൻ ഭരണഘടന സമത്വ അവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? സതി, അയിത്തം, ബഹുമതികൾ, അടിമത്തം. ആൻസർ ഓപ്ഷൻ സി, ബഹുമതികൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? സർദാർ പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ. ആൻസർ ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്? ബ്രിട്ടീഷ് ഭരണഘടന, ഫ്രഞ്ച് ഭരണഘടന, ഐറിഷ് ഭരണഘടന, US ഭരണഘടന. ആൻസർ ഓപ്ഷൻ ഡി, US ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 32, 300A, 19, 51A. ആൻസർ ഓപ്ഷൻ ഡി, 51A. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 4-ാം പട്ടിക, 5-ാം പട്ടിക, 6-ാം പട്ടിക, 7-ാം പട്ടിക. ആൻസർ ഓപ്ഷൻ ഡി, 7-ാം പട്ടിക.
കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ഷാനിമോൾ ഉസ്മാൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, PC വിഷ്ണുനാഥ്. ആൻസർ ഓപ്ഷൻ ബി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെ? ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 2ഉം മാത്രം ശരി. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി. ആൻസർ ഓപ്ഷൻ എ സിന്ധു. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്, 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ്, 6 ഡിഗ്രി 45 മിനിറ്റ് നോർത്ത്. ആൻസർ ഓപ്ഷൻ ബി 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? അലഹബാദ് മുതൽ നൈനി വരെ, മുംബൈ മുതൽ താനെ വരെ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, മുംബൈ മുതൽ ഡൽഹി വരെ. ആൻസർ ഓപ്ഷൻ എ അലഹബാദ് മുതൽ നൈനി വരെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏത്? കറുത്ത മണ്ണ്, ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്. ആൻസർ ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ധർമ്മടം, പറവൂർ, പാലക്കാട്, പേരാവൂർ. ആൻസർ ഓപ്ഷൻ ബി പറവൂർ. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ശ്രീ V മുരളീധരൻ, ശ്രീമതി വീണ ജോർജ്, ശ്രീമതി ശൈലജ ടീച്ചർ, ശ്രീ K മുരളീധരൻ. ആൻസർ ഓപ്ഷൻ ഡി ശ്രീ K മുരളീധരൻ. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? കുന്നത്തുനാട്, പറവൂർ, പിറവം, അങ്കമാലി. ആൻസർ ഓപ്ഷൻ ബി പറവൂർ. താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം? മീൻവല്ലം, തുഷാരഗിരി, സിത്താർകുണ്ട്, ചീയപ്പാറ, തൊമ്മൻകുഞ്ഞ്, തൂവാനം, വളഞ്ചാനം, ന്യായംകോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കനാൽ. ആൻസർ ഓപ്ഷൻ ബി 1 മാത്രം ശരിയാണ്. മീൻവല്ലം, തുഷാരഗിരി, സിത്താർകുണ്ട്. താഴെ പറയുന്നവയിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാം? ഭാരതപ്പുഴ, കടലുണ്ടി, വളപ്പട്ടണം, ചാലിയാർ. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? AK ആന്റണി, സുരേഷ് ഗോപി, O രാജഗോപാൽ, VK കൃഷ്ണമേനോൻ. ആൻസർ ഓപ്ഷൻ എ 1ഉം 4ഉം. AK ആന്റണിയും VK കൃഷ്ണമേനോനും. നാടുകാണിച്ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇടുക്കി, മധുര, നിലമ്പൂർ, ഗൂഡല്ലൂർ, തൊടുപുഴ, തേനി, മാനന്തവാടി, മൈസൂർ. ആൻസർ ഓപ്ഷൻ ബി നിലമ്പൂർ, ഗൂഡല്ലൂർ. കീലേരി കുഞ്ഞിക്കണ്ടം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൃദംഗം, വയലിൻ, സർക്കസ്, പുല്ലാങ്കുഴൽ. ആൻസർ ഓപ്ഷൻ സി സർക്കസ്. താഴെ പറയുന്നവയിൽ നിന്നും ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മതികെട്ടാൻ ചോലയെ 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. ട്രിഫേണിനെ ആനമുടി ചോലയിൽ കാണാം. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ആൻസർ ഓപ്ഷൻ ബി 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? A ഗോപാലകൃഷ്ണൻ, K രാധാകൃഷ്ണൻ, AK ബാലസുബ്രഹ്മണ്യൻ. ഇവരാരുമല്ല. ആൻസർ ഓപ്ഷൻ സി AK ബാലസുബ്രഹ്മണ്യൻ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്, കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. ആൻസർ ഓപ്ഷൻ ബി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? 1998 മെയ് 17, 1999 മെയ് 18, 1998 ജൂലൈ 17, 1998 ഡിസംബർ 18. ആൻസർ ഓപ്ഷൻ എ 1998 മെയ് 17. കടൽത്തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കൊല്ലം. ആൻസർ ഓപ്ഷൻ ഡി കൊല്ലം. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനാവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ഹംസവും ദമയന്തിയും, യശോദയും കൃഷ്ണനും, ഗ്രാമയാത്ര. ആൻസർ ഓപ്ഷൻ സി യശോദയും കൃഷ്ണനും. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ. ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏത്? 1782 മാർച്ച് 18, 1796 മാർച്ച് 18, 1792 മാർച്ച് 18, 1784 മാർച്ച് 18. ആൻസർ ഓപ്ഷൻ സി 1792 മാർച്ച് 18. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ. ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തി. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ആൻസർ ഓപ്ഷൻ എ. 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ടി.എൻ. ശ്രീനിവാസൻ, അശോക് മിത്ര, അമർത്യ സെൻ, അഭിജിത്ത് സെൻ. ആൻസർ ഓപ്ഷൻ സി. അമർത്യ സെൻ. ചേരുംപടി ചേർക്കുക. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കെ.പി. കറുപ്പൻ, ആത്മവിദ്യാസംഘം വി.ടി. ഭട്ടതിരിപ്പാട്, അരയ സമാജം പൊയ്കയിൽ യോഹന്നാൻ, യോഗക്ഷേമസഭ വാഗ്ഭടാനന്ദൻ. ആൻസർ ഓപ്ഷൻ ബി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, അരയ സമാജം കെ.പി. കറുപ്പൻ, യോഗക്ഷേമസഭ വി.ടി. ഭട്ടതിരിപ്പാട്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? സേതു, പി. വത്സല, എൻ.എസ്. മാധവൻ, കെ.ജി. ശങ്കരപ്പിള്ള. ആൻസർ ഓപ്ഷൻ ഡി. കെ.ജി. ശങ്കരപ്പിള്ള. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? മോൻസ് ജോസഫ്, എ.പി. അനിൽകുമാർ, കെ. മുരളീധരൻ, അനൂപ് ജേക്കബ്. ആൻസർ ഓപ്ഷൻ ബി. എ.പി. അനിൽകുമാർ. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം? ജയസൂര്യ, ജയറാം, മമ്മൂട്ടി, മോഹൻലാൽ. ആൻസർ ഓപ്ഷൻ സി. മമ്മൂട്ടി. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏത്? ഉണർവ്, ഓപ്പറേഷൻ തൂഫാൻ, യോദ്ധാവ്, ഓപ്പറേഷൻ ഡി ഹണ്ട്. ആൻസർ ഓപ്ഷൻ ബി. ഓപ്പറേഷൻ തൂഫാൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം ഏത്? 2005 ഒക്ടോബർ 17, 2004 ഒക്ടോബർ 17, 2001 ഒക്ടോബർ 17, 2000 ഒക്ടോബർ 17. ആൻസർ ഓപ്ഷൻ ഡി. 2000 ഒക്ടോബർ 17. സന്തോഷ് ട്രോഫി ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്, കബഡി, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ. ആൻസർ ഓപ്ഷൻ സി. ഫുട്ബോൾ. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വിയ്യപുരം, കുന്നം, ചേപ്പാട്, കറ്റാനം. ആൻസർ ഓപ്ഷൻ എ. വിയ്യപുരം. ISROയുടെ പുതിയ ചെയർമാൻ ആര്? എസ് സോമനാഥ്, ഡോക്ടർ വി നാരായണൻ, ഡോക്ടർ കെ രാധാകൃഷ്ണൻ, AS കിരൺകുമാർ. ആൻസർ ഓപ്ഷൻ ബി. ഡോക്ടർ വി നാരായണൻ. താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു, ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു, ഇലാസ്തികയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തി, ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ആൻസർ ഓപ്ഷൻ ബി. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു. ഏതു വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ സി. ആൻസർ ഓപ്ഷൻ സി. വിറ്റാമിൻ ഡി. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? പവിത്ര, ഗിരിജ, ഹ്രസ്വ, ജയ. ആൻസർ ഓപ്ഷൻ ഡി. ജയ. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, എറണാകുളം. ആൻസർ ഓപ്ഷൻ എ. തിരുവനന്തപുരം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം? പ്രകൃതിയുടെ അവകാശങ്ങൾ, വൈൽഡർനെസ് ആൻഡ് ദി അമേരിക്കൻ മൈൻഡ്, നിശബ്ദ വസന്തം, ദി വൈൽഡ് ടാബു. ആൻസർ ഓപ്ഷൻ സി. നിശബ്ദ വസന്തം. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ, ഡൈഡ്രിച്ച് ബ്രാൻഡിറ്റ്സ്, ഡോക്ടർ ഖാദർവാലി, കൈലാഷ് ശങ്കല. ആൻസർ ഓപ്ഷൻ സി. ഡോക്ടർ ഖാദർവാലി. കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? അമേരിക്ക, കാനഡ, ഇന്ത്യ, ബ്രസീൽ. ആൻസർ ഓപ്ഷൻ ഡി. ബ്രസീൽ. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ? പ്രോട്ടോണും ഇലക്ട്രോണും, പ്രോട്ടോണും ന്യൂട്രോണും, ഇലക്ട്രോണും ന്യൂട്രോണും, ന്യൂട്രോൺ മാത്രം. ആൻസർ ഓപ്ഷൻ ബി. പ്രോട്ടോണും ന്യൂട്രോണും. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം? ഗ്ലാസ്, ജലം, ശൂന്യത, വജ്രം. ആൻസർ ഓപ്ഷൻ സി. ശൂന്യത. കൂട്ടത്തിൽ പെടാത്തത്? ദൂരം, സ്ഥാനാന്തരം, സമയം, മാസ്. ആൻസർ ഓപ്ഷൻ ബി. സ്ഥാനാന്തരം. അലൂമിനിയത്തിൻ്റെ അയിര്? ഹേമറ്റൈറ്റ്, കുപ്രൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്. ആൻസർ ഓപ്ഷൻ ഡി. ബോക്സൈറ്റ്. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം? ഹൈഡ്രജൻ, LPG, വിറക്, കോൾ. ആൻസർ ഓപ്ഷൻ എ. ഹൈഡ്രജൻ. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം? ആദിത്യ K1, ആദിത്യ L1, ആദിത്യ M1, ആദിത്യ N1. ആൻസർ ഓപ്ഷൻ ബി. ആദിത്യ L1. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? നാസ, ISRO, ISRO ESA, നാസ ESA, NASRDA, ISRO. ആൻസർ ഓപ്ഷൻ എ. നാസ ISRO. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വായുവിലൂടെ, വെള്ളത്തിലൂടെ, കൊതുക്, ഈച്ച. ആൻസർ ഓപ്ഷൻ സി. കൊതുക്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡിസ് കൊതുക്, ക്യൂലെക്സ് കൊതുക്, അനോഫിലസ് കൊതുക്, മണലീച്ച. ആൻസർ ഓപ്ഷൻ എ. ഈഡിസ് കൊതുക്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡിസ് കൊതുക്, അനോഫിലസ് കൊതുക്, ക്യൂലെക്സ് കൊതുക്, മണലീച്ച. ആൻസർ ഓപ്ഷൻ ബി. അനോഫിലസ് കൊതുക്.
അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ഉയർന്ന രക്തസമ്മർദ്ദം, വിഷാദ രോഗം, പ്രമേഹം, ചിക്കൻ പോക്സ്. ആൻസർ ഓപ്ഷൻ ഡി ചിക്കൻ പോക്സ്. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത്, പതിവായ വ്യായാമം, അമിതമായ ഉപ്പിന്റെ ഉപയോഗം, മതിയായ ഉറക്കം. ആൻസർ ഓപ്ഷൻ സി അമിതമായ ഉപ്പിന്റെ ഉപയോഗം. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? താലോലം, ആർദ്രം മിഷൻ, സ്നേഹസാന്ത്വനം, അതിജീവനം. ആൻസർ ഓപ്ഷൻ ബി ആർദ്രം മിഷൻ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി, സ്നേഹസ്പർശം, കാരുണ്യ, ആശ്രയ. ആൻസർ ഓപ്ഷൻ എ മൃതസഞ്ജീവനി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? അനുയാത്ര, സ്നേഹക്കൂട്, താലോലം, സ്പെക്ട്രം. ആൻസർ ഓപ്ഷൻ എ അനുയാത്ര. അടിസ്ഥാന ശുചിത്വശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ദിവസവും കുളിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകുക, അമിതമായി ഉപ്പ് കഴിക്കുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ആൻസർ ഓപ്ഷൻ സി അമിതമായി ഉപ്പ് കഴിക്കുക. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? 15 ലക്ഷം, 18 ലക്ഷം, 21 ലക്ഷം, 25 ലക്ഷം. ആൻസർ ഓപ്ഷൻ സി 21 ലക്ഷം. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? സൗദി അറേബ്യ, UAE, ഖത്തർ, USA. ആൻസർ ഓപ്ഷൻ ഡി USA. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏതും അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? അമീബ പ്രോട്ടിയസ്, എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക, നെഗ്ലേറിയ ഫൗലേറി, അഗാന്തമീബ. ആൻസർ ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലേറി. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതു മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? കോൾഡ്രിഫ് സിറപ്പ്, റെസ്പിഫ്രഷ് TR മരുന്ന്, ഡോക്സിസൈക്ലിൻ, പാരസെറ്റാമോൾ. ആൻസർ ഓപ്ഷൻ എ കോൾഡ്രിഫ് സിറപ്പ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആരം, ചാപം, ഞാൺ, വൃത്തം. ആൻസർ ഓപ്ഷൻ ഡി വൃത്തം. പക്ഷി, ആകാശം, മത്സ്യം, കര, കൂട്, വായു, വെള്ളം. ആൻസർ ഓപ്ഷൻ ഡി വെള്ളം.